الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد. ഇങ്ങനെ നമുക്ക് 3 ചെറിയ ആയത്തുകൾ 97, 98, 99 أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفأمن أهل القرى أن يأتيهم بأسنا بياتا وهم نائمون. أفأمن أهل القرى أن يأتيهم بأسنا ضحى وهم يلعبون. أفأمنوا مكر الله فلا يأمن مكر الله إلا القوم الخاسرون. അഫ അമിന, അപ്പോൾ നിർഭയരായിരിക്കുന്നുവോ അഹ്ലുൽ ഖുറ അന്നാട്ടുകാർ, അൻ യഅ്തിയഹും ബഅസുന, അൻ യഅ്തിയഹും അവർക്ക് വരുന്നതിനെ, ബഅസുന നമ്മുടെ ശിക്ഷ, ളുഹൻ വഹും നായിമൂൻ, ബയാത്തൻ ബയാത്തൻ രാത്രി, വഹും നായിമൂൻ അവർ ഉറങ്ങിയിരിക്കെ, അവർ ഉറങ്ങുന്നവരായിരിക്കെ നമ്മുടെ ശിക്ഷ അവർക്ക് വരുന്നതിൽ നിന്ന് അവർ നിർഭയരാണോ? അവ അമിന അഹ്ലുൽ ഖുറ, അല്ലെങ്കിൽ അവർ നിർഭയരാണോ, അന്നാട്ടുകാർ നിർഭയരാണോ? അൻ യഅ്തിയഹും ബഅസുന, നമ്മുടെ ശിക്ഷ അവർക്ക് വരുന്നതിനെ, ളുഹൻ പകൽ സമയത്ത്, വഹും യൽഅബൂൻ അവർ കളിച്ചുകൊണ്ടിരിക്കെ, വിനോദിച്ചുകൊണ്ടിരിക്കെ. അഫ അമിനു മക്റല്ലാഹ്, അഫ അമിനു അവരൊക്കെയും നിർഭയരായിരിക്കുന്നുവോ, മക്റല്ലാഹ് അള്ളാഹുവിൻ്റെ തന്ത്രത്തെ സംബന്ധിച്ച്, ഫലാ യഉമനു നിർഭയരാവുകയില്ല, മക്റല്ലാഹി അള്ളാഹുവിൻ്റെ തന്ത്രത്തെ സംബന്ധിച്ച്, ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ പരാജയപ്പെട്ടവരല്ലാതെ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടവരല്ലാതെ. ഒന്നുകൂടെ അർത്ഥം പറയാം. അഫ അമിന അഹ്ലുൽ ഖുറ, അമിന, അമ്മ എന്ന നിർഭയത്വം എന്നാണ്, അമ്മ. അഫ അമിന, അപ്പോൾ നിർഭയരാണോ അഹ്ലുൽ ഖുറ അന്നാട്ടുകാരൊക്കെ, അൻ യഅ്തിയഹും ബഅസുന നമ്മുടെ ശിക്ഷ അവർക്ക് വരുന്നതിനെ സംബന്ധിച്ച്, ളുഹൻ ളുഹ സമയത്ത് അഥവാ പകലിൽ, വഹും യൽഅബൂൻ അവർ കളിച്ചുകൊണ്ട്, വഹും നായിമൂൻ അല്ലല്ലോ, ഒരാഴ്ച വിട്ടല്ലോ അല്ലേ. അയ്യഹും ബൗസുന ബയാത്തൻ, ബൈത്ത് ബയാത്ത് രാത്രി എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ബയാത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ബൈത്ത് എന്ന് വീടിന് പറയുക, രാത്രി നമ്മൾ വിശ്രമിക്കുന്ന സ്ഥലം എന്നുള്ള അർത്ഥത്തിനാണ്. അയ്യഹും ബൗസുന ബയാത്തൻ അവർ വീടുകളിൽ രാത്രി വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, വഹും നായിമൂൻ അവർ ഉറങ്ങുക. അതിൽ നിന്നാണ് നമുക്കത് രാത്രി എന്നുള്ള അർത്ഥം, അല്ലെങ്കിൽ വീടുകളിൽ വിശ്രമിക്കുക എന്നർത്ഥം കിട്ടുന്നത്. വഹും നായിമൂൻ അവർ ഉറങ്ങുന്നവരായിരിക്കെ, നാമന ഉറങ്ങി. അവ അമിന അഹ്ലുൽ ഖുറ, അല്ലെങ്കിൽ ആ നാട്ടുകാരൊക്കെ നിർഭയരാണോ, അൻ യഅ്തിയഹും ബഅസുന നമ്മുടെ ബഅസ് നമ്മുടെ ശിക്ഷ അവർക്ക് വരുന്നതിനെ സംബന്ധിച്ച്, അതായത്തി പറഞ്ഞാൽ വരികയാണ്, ളുഹൻ ളുഹ സമയത്ത്. ളുഹ എന്നുള്ള വാക്കിനർത്ഥം നമ്മൾ പറയുക പൂർവാന, ഉച്ചയുടെ മുമ്പുള്ള സമയത്തിനാണ് സാധാരണഗതിയിൽ ളുഹ എന്ന് പറയുക. നമ്മൾ ളുഹ നമസ്കാരം എന്നൊക്കെ പറയുന്ന ആ സമയം. വഹും യൽഅബൂൻ അവർ കളിച്ചുകൊണ്ടിരിക്കെ, അഥവാ പകൽ സമയത്ത് അവർ കളിയിലും ചിരിയിലും വിനോദത്തിലും ഏർപ്പെട്ടിരിക്കെ നമ്മുടെ ശിക്ഷ അവരെ പിടികൂടുന്നതിനെ സംബന്ധിച്ച് അവർ നിർഭയരാണോ? അഫ അമിനു മക്റല്ലാഹ് അവരൊക്കെ അള്ളാഹുവിൻ്റെ തന്ത്രത്തെ സംബന്ധിച്ച്, മക്ർ മക്ർ എന്ന സൂത്രം, കൗശലം, തന്ത്രം ഒക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇത് സമാനമായ അർത്ഥങ്ങൾ തന്നെയാണ്. അവർ അള്ളാഹുവിൻ്റെ തന്ത്രത്തെ സംബന്ധിച്ച് നിർഭയരാണോ? ഫലാ യഉമനു മക്റല്ലാഹ് അള്ളാഹുവിൻ്റെ തന്ത്രത്തെ സംബന്ധിച്ച് നിർഭയരാവുകയില്ല.
ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ, നഷ്ടപ്പെട്ടവരായ അല്ലെങ്കിൽ പരാജയപ്പെട്ടവരായ ജനങ്ങളല്ലാതെ. അർത്ഥം ആശയമൊക്കെ വളരെ വ്യക്തമാണ്. ഇത് ഈ അക്രമത്തിലും അധർമ്മത്തിലും അനീതിയിലും അതുപോലെ തന്നെ അശ്ലീലതയിലും അസാൻമാർഗികതയിലും നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുക. അത് പ്രവാചകൻ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഠിന ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. എന്നാൽ അവർ അവരുടെ ഈ അധർമ്മത്തിലും അശ്ലീലതയിലും തമ്മാടിത്തത്തിലും ഒക്കെ ഇങ്ങനെ മതിമറന്ന് ആറാടുകയാണ്. അവരെ, വിശേഷിച്ചും ഖുറൈശികളെ, ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞതിലൂടെ ഉണർത്തുകയാണ്. നിങ്ങളുടെ ഈ നിലപാട്, പ്രവാചകനെ പരിഹസിക്കുന്ന, നിന്ദിക്കുന്ന, ഖുർആനിനെ അവഗണിക്കുന്ന, തള്ളിക്കളയുന്ന അഥവാ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന, അതാണല്ലോ അതിൻ്റെയൊക്കെ പൊതുവായ അവസ്ഥ. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന, അനുസരണക്കേട് കാണിക്കുന്ന ഈ നിലപാട് തുടർന്നാൽ അത് നിങ്ങൾക്കൊരു ഒന്നുകിൽ രാത്രി അല്ലെങ്കിൽ പകൽ അല്ലെങ്കിൽ നിങ്ങളൊക്കെ നിർഭയരാണെന്ന് വിശ്വസിച്ച് ഏർപ്പാടുകളിൽ മുഴുകിയിരിക്കെ അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നു ചേരുന്നതിനെ സംബന്ധിച്ച് നിർഭയരാകേണ്ടതില്ല എന്നതാണ് പൂർവികരുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് ഖുറൈശികളെ ഉണർത്തുന്നത്. പൂർവികരുടെ ചരിത്രം കുറേ മുന്നിൽ പറഞ്ഞല്ലോ. നമ്മൾ നൂഹ് നബി അലൈഹി സ്വലാമയുടെ ചരിത്രം ചുരുക്കി പറഞ്ഞു, പിന്നെ ഹൂദ് നബി അലൈഹി സ്വലാമയുടേത് പറഞ്ഞു, സാലിഹ് നബി അലൈഹി സ്വലാമിൻ്റെ പറഞ്ഞു, ഷുഐബ് നബി അലൈഹി സ്വലാമയുടേത് പറഞ്ഞു. അവരുടെ കടുത്ത തിന്മകളെ സംബന്ധിച്ച് സൂചിപ്പിച്ചതിനു ശേഷം പ്രവാചകന്മാർ ജീവിച്ചിരിക്കെ ആ ജനത കടുത്ത ധിക്കാരത്തിൽ മുഴുകിയാൽ അവരെ മുച്ചൂടും പിഴുതെറിയുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമാണ് എന്ന് ഉണർത്തിയതിനു ശേഷം അവരിങ്ങനെ നിർഭയരായി കഴിയായിരുന്നല്ലോ, വളരെ നിർഭയരായി കഴിയുകയായിരുന്നു. എന്നിട്ട് അല്ലാഹു തആല അവരുടെ വീടുകളിൽ ഒരുമിച്ച് കൂടാൻ വേണ്ടി കാത്തിരുന്നു. എന്തിനാ അങ്ങനെ കാത്തിരിക്കുന്നത്? വീട്ടിലാണല്ലോ മനുഷ്യൻ ഏറ്റവും നിർഭയനായിരിക്കുക. വീട്ടിലാണ് മനുഷ്യൻ സമാധാനത്തോടു കൂടി കഴിയുക. എവിടെ പോയാലും നമ്മൾ ഓടി വീട്ടിലെത്തും. എന്നിട്ട് വീട്ടിൽ കയറി വാതിലടച്ചാൽ നമ്മൾ സുരക്ഷിതരായി എന്നതാണ് നമ്മുടെ ധാരണ. പക്ഷെ അള്ളാഹുവിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ അത് മതിയാവുകയില്ല. അള്ളാഹുവിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ഈമാനും ഇസ്ലാമുമാണ്. അതാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇത് എല്ലാ കാലത്തും അത് അന്നായിരുന്നാലും ഇന്നായിരുന്നാലും എന്നും എവിടെയും എപ്പോഴും സംഭവിക്കാം അള്ളാഹുവിൻ്റെ ശിക്ഷ. നമുക്കൊക്കെ നമ്മുടെ നാടിനെ സംബന്ധിച്ച് പലപ്പോഴും ആശങ്ക തോന്നുന്നത് എപ്പോഴാണ് അള്ളാഹുവിൻ്റെ അതികഠിനമായ ശിക്ഷയ്ക്ക് വിധേയരാവുക എന്നുള്ളതാണ്. പ്രവാചകന്മാരുടെ കാലത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ജനത ശിക്ഷിക്കപ്പെടുന്ന ഇടത്തോളം എത്തിയാൽ പ്രവാചകനെയും സംഘത്തെയും അള്ളാഹു തആല രക്ഷപ്പെടുത്തും. പക്ഷേ പിന്നെ അള്ളാഹു തന്നെ പറയുന്നത് നിങ്ങളിൽ അക്രമികളെ മാത്രം പിടികൂടുന്ന ശിക്ഷയായിരിക്കില്ല അള്ളാഹു തആല അയക്കുക. അപ്പോൾ അതിൽ വിശ്വാസികളും പെടും. പ്രവാചകന്മാർക്കും പ്രവാചകന്മാരുടെ കാലത്ത് ജീവിച്ചവർക്കും അള്ളാഹു നൽകിയിരുന്ന വലിയ ഒരു അനുഗ്രഹമാണ്, വളരെ വലിയൊരു ശാന്തിയാണ് ശിക്ഷിക്കപ്പെടുന്നവരിൽ അവരുൾപ്പെടുകയില്ല എന്നുള്ളത്. ലൂത്ത് നബിയുടെ ജനത ശിക്ഷിക്കപ്പെട്ടപ്പോൾ അവർ പെട്ടിട്ടില്ല, മുഅ്മിനീങ്ങൾ പെട്ടിട്ടില്ല. ഹൂദ് നബി അലൈഹി സ്വലാമയുടെ ജനത ശിക്ഷിക്കപ്പെട്ടപ്പോൾ മുഅ്മിനീങ്ങളും പ്രവാചകനും പെട്ടിട്ടില്ല. നൂഹ് നബി അലൈഹി സ്വലാമയുടെ ജനത ശിക്ഷിക്കപ്പെട്ടപ്പോൾ എത്ര കടുത്ത ശിക്ഷയാണ്! 2 കിലോമീറ്ററിലധികം വെള്ളമുയർന്ന ഒരു കാലം. അതിൽ വലിയ കപ്പൽ നിർമ്മിച്ച് അല്ലാഹു തആല അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. പക്ഷേ പിൽക്കാലത്ത് പ്രവാചകന്മാരുടെ കാലം കഴിഞ്ഞുകൊണ്ട് അല്ലാഹു തആല ഏതെങ്കിലും ഒരു ജനവിഭാഗത്തെ മുച്ചൂടും നശിപ്പിക്കാൻ ഉദ്ദേശിച്ച് തീരുമാനമെടുത്താൽ അത് നടപ്പാകുമ്പോൾ അതിൽ നിന്ന് മുഅ്മിനീങ്ങളായിട്ട് രക്ഷപ്പെടില്ല എന്നത് അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു നാടിൻ്റെ ആയുസ് നീട്ടിയെടുക്കണമെങ്കിൽ നമുക്ക് ബോധം ഉണ്ടാകണം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, മഴ കിട്ടണമെങ്കിൽ ധാരാളമായി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടണം. തങ്ങളുടെ പാപം എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അതേമാതിരി ലോകം രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യും. കാരണം എന്താ? ലോകാവസാനം സംഭവിക്കുക ലാ തഖൂമു സഅഅതു ഇല്ലാ അലാ ശിറാറിൽ ഖൽഖ്, ഏറ്റവും ദുഷിച്ച ജനങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴാണ് ലോകം നശിക്കുക.
അപ്പോൾ ദുഷിച്ചവരാകാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്നാണ് ചുരുക്കം. ഇത് ഒരുപാട് വിശദീകരിക്കണം. ഈ അതേ കാര്യം സൂറത്തു ലാ യുഗയ്യിറുല്ലാഹു ഖൗമൻ ലാ യുഗയ്യിറുല്ലാഹു മാ ബി ഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. സ്വയം മാറാതെ അല്ലാഹു തആല ആരും മാറ്റില്ല. അപ്പോൾ നമ്മൾ സ്വയം അതേമാതിരി തന്നെ വത്തഖൂ ഫിത്റത്തൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ. അള്ളാഹു ശിക്ഷിക്കുമ്പോൾ ഒരു ഫിത്നയെ, ഒരു നാശത്തെ, ഒരു അപകടത്തെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അത് നിങ്ങളിൽ അക്രമികളെ മാത്രമാവുകയില്ല പിടികൂടുക. അക്രമികളെ മാത്രമല്ല പിടികൂടുക, എല്ലാവരും വിടും. അപ്പോൾ അപകടത്തിലും ആപത്തിലും പെടാതിരിക്കാൻ ഒരുപക്ഷെ മുഅ്മിനീകളിൽ വളരെ നിസ്വാർത്ഥരായ നിഷ്കളങ്കരായ ആളുകളുടെ പ്രാർത്ഥന കൊണ്ടും ജീവിതം കൊണ്ടുമൊക്കെ ആയിരിക്കണം അല്ലാഹു തആല ഈ രാജ്യത്തെ പിടിച്ചു നിർത്തുന്നത്. അല്ലെങ്കിൽ എന്നോ തകർക്കപ്പെടുമാറ്. എന്താണ് നമ്മുടെയൊക്കെ യുവാക്കളുടെ അവസ്ഥ? യുവാക്കളുടെ സ്ഥിതി എന്താണ്? നമ്മൾ പേപ്പറിലൊക്കെ ചിലത് വായിച്ചാൽ നമ്മൾ തലക്ക് കൈ വെച്ചു പോലെ. ഒരു ചെക്കൻ 17 വയസ്സുള്ള ചെക്കൻ വീട്ടിൽ നേരം വൈകി വന്നപ്പോൾ ഞാൻ പറഞ്ഞോന്നറിയില്ല, പത്രത്തിൽ നമ്മളൊക്കെ വായിച്ചില്ലേ, 17 വയസ്സുള്ള ഒരു ചെക്കൻ +1 പഠിക്കണം. അപ്പോൾ കുറച്ച് നേരം വൈകി വീട്ടിൽ വന്നപ്പോൾ 19കാരനായ പോലെ ജ്യേഷ്ഠൻ ചോദിച്ചു എന്തേ കുറേ വൈകിയത് എന്ന്. എന്താ അത്ര വൈകി വീട്ടിലേക്ക് വന്ന്? രാത്രി 11 മണിന് ശേഷം വീട്ടിലേക്ക് വന്നപ്പോൾ എന്താ ചെയ്തത്? അനുജൻ എന്താ ചെയ്തത്? ഉടനെ തന്നെ ഫോൺ എടുത്തിട്ട് ഓനെ 4-5 സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തി വീട്ടിൽ. കണ്ടോ, എൻ്റെ കാക്ക എന്നെ ഏട്ടനെ ചോദ്യം ചെയ്തിരിക്കും, അപ്പം ഒന്ന് കൈകാര്യം ചെയ്യണം. എന്നിട്ട് 4-5 ആൾക്കാർ വന്ന് കാണും ജ്യേഷ്ഠനെ സ്വന്തം വീട്ടിലിട്ട് അടിച്ചു വീഴ്ത്തി. എവിടേക്കാണ് ഈ രാജ്യം പോകുന്നത്? സ്വന്തം വീട്ടിൽ അനുജൻ വിളിച്ചിട്ട് അനുജൻ്റെ കൂട്ടുകാർ വന്ന് ജ്യേഷ്ഠനെ തല്ലിച്ചതച്ചു. അതിന് പിടിക്കാൻ വന്ന് ഉപ്പാൻ്റെ അനുജനി തല്ലി. ആലോചിച്ച് നോക്കി. ഇതിനൊക്കെ സപ്പോർട്ട് നൽകുന്ന വിധത്തിൽ ഉള്ള സംവിധാനങ്ങളാണ്. കണ്ടില്ലേ, ഒരു കുട്ടീനെ ആ വടകര ഭാഗത്ത് ഒരു കുട്ടീനെ കൊന്നില്ലേ? എന്നിട്ട് എന്ത് ചെയ്യേ? കുട്ടിക്ക് പരീക്ഷ ഒന്നും എഴുതണ്ട, കൊന്നവർക്ക് പരീക്ഷ എഴുതാനുള്ള എല്ലാ സൗകര്യവും. എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത് എന്ന് പറയാൻ വയ്യ. മയക്കുമരുന്നും അടിപിടിയും കൂലിത്തല്ലും. എന്നാൽ അതിനൊക്കെ ന്യായീകരിക്കുന്ന ഇതാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ രാജ്യം ഇങ്ങനെ ദുഷിച്ചു പോയാൽ അള്ളാഹു പിടികൂടി ശിക്ഷിക്കും എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ നിർത്തുകയാണ്. പക്ഷെ അത് ഞാൻ നിങ്ങളോട്ട് പങ്കുവെച്ചു. നമ്മളൊക്കെ വായിക്കണ സംഗതി തന്നെ. ഒന്നുകൂടി അർത്ഥം പറഞ്ഞാൽ നിർത്താം കേട്ടോ. അവ അമീന അഹ്ലുൽ ഖുറ. അഹ്ലുൽ ഖുറ എന്താണ്? ഖറിയത്ത് എന്ന നാട് എന്നാണ്. അഹ്ലുൽ ഖറിയ, ഖറിയ എന്നുള്ളതിൻ്റെ ബഹുവചനാണ് ഖുറ, നാടുകൾ അല്ലേ? അപ്പോൾ അഹ്ലുൽ ഖുറ എന്ന നാട്ടുകാർ എല്ലാവർക്കും ബാധകല്ലേ അല്ല ഖുർആനിൽ പറഞ്ഞത്. മുൻഗാമികളുടെ ചരിത്രം എടുത്തു പറഞ്ഞതിന് ശേഷം ഇങ്ങനെയുള്ള ആ നിലപാട് സ്വീകരിക്കുന്ന ആൾക്കാരും നാട്ടുകാരും നിർഭയരാണോ? അയ്യത്തിയഹും ബൗസുന, നമ്മുടെ ബൗസ് പറഞ്ഞാൽ ശിക്ഷ എന്നതിനർത്ഥമുണ്ട്. അതുപോലെ തന്നെ ശൗര്യം, ധൈര്യം എന്നൊക്കെ അതിന് പലപ്പോഴും സാന്ദർഭികമായി അർത്ഥം വരും. ബയാത്തൻ, അവർ വീടുകളിൽ നായിമുൻ ഉറങ്ങിക്കൊണ്ടിരിക്കുക. അതാണ് രാത്രി വീടുകളിൽ ഉറങ്ങുന്നവരായിരിക്കും. ഉറങ്ങുമ്പോൾ വളരെ നിർഭയരായിട്ടാണ്. പക്ഷെ ആ സമയത്തായിരിക്കും ചിലപ്പോൾ അള്ളാഹിൻ്റെ ശിക്ഷ വരെ ഏതെങ്കിലും വിധത്തിൽ. അവ അമീനാഹുലുൽ ഖുറ, നാട്ടുകാരൊക്കെ നിർഭയരാണോ? അയ്യത്തിയഹും ബൗസുന, നമ്മുടെ ശിക്ഷ വരുന്നതിൽ നിന്ന് ലുഹ സമയത്ത് അല്ലെങ്കിൽ പകൽ സമയത്ത്. വഹും യൽഅബൂൻ, ലഅബ് എന്ന കളിയെന്നല്ലേ, കളിച്ചും ജലിച്ചും. വഹും യൽഅബൂൻ, അവർ കളിച്ചുകൊണ്ടിരിക്കുക. ലഇബ. അഫ അമീനു മക്റല്ല, അവർ അള്ളാഹുവിൻ്റെ തന്ത്രത്തെ സംബന്ധിച്ച് നിർഭയരാണോ? മക്ർ, അള്ളാഹുവിൻ്റെ തന്ത്രം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്മാർ ആസൂത്രണം ചെയ്യണ മാതിരിയൊന്നും ആവില്ല, അതിനെ പരാജയപ്പെടുത്താനാവില്ല. ഖുർആനിൽ പല സ്ഥലത്തും അള്ളാഹുവിൻ്റെ തന്ത്രത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വമക്കറു മക്റഹും ഇൻദല്ലാഹി മക്റുഹും വഇൻ കാന മക്റുഹും തസൂല മിൻഹുൽ ജിബാൽ വമക്കറു വമക്കറല്ലാഹ്. ഇങ്ങനെ അല്ലാഹു തആല ശത്രുക്കളെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തുന്ന വിധത്തിലുള്ള തന്ത്രങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കല. നമുക്കറിയാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രക്ഷപ്പെടുത്തുന്നതിന് അള്ളാഹുവിൻ്റെ തന്ത്രങ്ങൾ ശത്രുക്കൾക്കാർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, അള്ളാഹു തീരുമാനിച്ചാൽ പിന്നെ. അപ്പോൾ അതാണ് ഇവിടെ ചോദിക്കുന്നത്. അള്ളാഹുവിൻ്റെ തന്ത്രം, അതിനെ പരാജയപ്പെടുത്താമെന്നോ അതിൽ നിന്ന് നിങ്ങളൊക്കെ നിർഭയരാണ് എന്നോ ഒന്നും ധരിക്കേണ്ടതില്ല. ഫലാ യഅ്മനു മക്റല്ലാഹ്, അള്ളാഹുവിൻ്റെ തന്ത്രത്തെ സംബന്ധിച്ച് നിർഭയരാവുകയില്ല ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ, നഷ്ടപ്പെട്ട, പരാജയപ്പെട്ട. ഖസിറ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു എന്നും പരാജയപ്പെട്ടു എന്നുണ്ട്. അപ്പോൾ പരാജയപ്പെട്ട
ജനങ്ങളല്ലാതെ അള്ളാഹുവിൻ്റെ തന്ത്രത്തെ സംബന്ധിച്ച് നിർഭയരാവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തന്ത്രത്തെ സംബന്ധിച്ച് ബോധവാന്മാരായിക്കൊണ്ട് അവൻ്റെ ശിക്ഷയിൽ നിന്ന് മുക്തി ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവിൻ്റെ കാവലും അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മിൽ എല്ലാവരിലും വർഷിക്കുമാറാവട്ടെ. اللهم علمنا من القرآن ما جهلنا وذكرنا منه ما نسينا وارزقنا تلاوته آناء الليل وأطراف النهار. ربنا هب لنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.